കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും തൊഴിലാളി പ്രസ്ഥാനത്തിനും കനത്ത നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണം മൂലം ഉണ്ടായിട്ടുള്ളത്. ദീർഘകാലം അദ്ദേഹം ട്രേഡ് യൂണിയൻ്റെ നേതാവായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു, അതുപോലെ പാർലമെൻ്റ് അംഗമായിരുന്നു. ജനങ്ങളുടെ വിഷയങ്ങൾ ഉയർത്താനും അതിനുവേണ്ടി പോരാടാനും വലിയ സംഭാവന നൽകിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് 1960-ലാണ്. അന്ന് അദ്ദേഹം എറണാകുളം മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. ഞാൻ ലോ കോളേജിലെ വിദ്യാർത്ഥിയായി പാർട്ടി അംഗമെന്നുള്ള തരത്തിൽ എറണാകുളത്തെത്തി. ആ നിലയിൽ 1960 മുതൽ തുടർച്ചയായി അദ്ദേഹവുമായി ബന്ധപ്പെടാൻ എനിക്ക് അവസരം ലഭിച്ചിരുന്നു. 1969 മുതൽ സംസ്ഥാന കമ്മിറ്റിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. 1984 കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാവായി ഞാനും അദ്ദേഹവും തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. 1985 അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അന്നു മുതൽ അദ്ദേഹത്തോടൊപ്പം കേന്ദ്ര കമ്മിറ്റിയിലും എനിക്ക് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഉജ്ജ്വലനായ നേതാവായിരുന്നു. ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ അതിസമർത്ഥനായ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും കേരളത്തിലെ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിനും കനത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്.